അല്ല എന്തിപ്പ ഉണ്ടായിരുന്നിട്ട് നാട് മൊത്തം നടന്നിട്ട് ഞാനാ മെമ്പർ, അടുത്ത പ്രാവശ്യം ഞാനാ മത്സരിക്കണ്, ഞാനാ സ്ഥാനാർത്ഥിയർത്ത്. ഇപ്പൊ എന്തുണ്ടായി? നടന്ന് വീമ്പ് പറയുമ്പോ ഇങ്ങനെ ആലോചിക്കേണ്ടിയിരുന്നു എന്തെങ്കിലും ഉണ്ടാവുന്നു. ഞാൻ അപ്പൊ തന്നെ വിചാരിച്ചിരിക്കണ്. ഇപ്പൊ എന്തുണ്ടായി? ഈ വാർഡ് വനിതാ വാർഡായി. അതിലിപ്പോ ഉണ്ടായത് നന്നായുള്ളൂ. ഒരു കൊല്ലം മുന്നറിയിക്കണ് വോട്ട് ചെയ്യണട്ട, ആരെ കണ്ടാലും എന്തേന്ന് പേരുടെ ഉള്ളിലേക്ക് കയറിയാണെങ്കിൽ നേരം 10-11 മണിയാവും. സേവനം വോട്ടിട്ട ആളാണ്, എത്ര പ്രാവശ്യം വോട്ടിട്ട ആളാ. ഇപ്പൊ വോട്ടും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ഞാൻ വിചാരിച്ച ഇപ്രാവശ്യം ഇവിടെ വനിതാവുന്നുള്ളത് ഇങ്ങനെ അവസരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇവിടെ പെണ്ണുങ്ങൾ എത്തിയിരിക്കുന്നത് വിചാരിക്കും. തീരെ ഇഷ്ടമല്ല ഇവിടെ പെണ്ണുങ്ങൾ എത്തിയിരിക്കുന്നത്. ബാക്കി ഉറപ്പ് പറഞ്ഞത് എന്താ ഇപ്രാവശ്യം അവിടെ നിർത്തുക? നിങ്ങൾക്ക് അതിന് വലിയ വർത്താനം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ എന്ത് പറഞ്ഞാലും അതിനൊക്കെ ഒരു മുട്ടുന്യായം. ഞാൻ എങ്ങനെയാ കുടുംബശ്രീ പോയിട്ടാ പെണ്ണുങ്ങളെ മുഖത്തൊക്കെ നോക്കുക? ഓട്ടോമത്തൊക്കെ വലിയ വർത്താനം പറഞ്ഞ് അടുത്ത പ്രാവശ്യം എന്റെ മാപ്പിളന്റെ മെമ്പർ. നിങ്ങളെ വർത്താനം കേട്ടിട്ട് ഞാനും മക്കളൊക്കെ വിചാരിച്ചു മെമ്പറെ ഭാര്യയും മക്കളും ആവാല്ലോ. ഇപ്പൊ ഞങ്ങൾക്ക് ആകെ നാണക്കേട്. നിങ്ങൾക്ക് എന്തും പറഞ്ഞിട്ട് ഒഴിവാവാല്ലോ. നിങ്ങൾക്കോട്ട് ഇങ്ങനെ തന്നെയാണ്. പെരേക്കോ നിങ്ങൾക്കോട്ട് ഒരു ഉപകാരം. നിങ്ങൾ നേരെ തിരികെ കാട്ടി വരിക നാട്ടുകാരെ സേവിച്ചിട്ട്. ഇനിയിപ്പോ നാട്ടുകാർക്കും ഇല്ല. ഓരൊക്കെ എങ്ങനെ പെര വന്നൊരു സമാധാനം കിട്ടിയിട്ട് അങ്ങോട്ട് വന്നത്. അപ്പൊ അന്റെ ഒരു മെയിൻ ആവല് നല്ലതേ. ആ ആയിക്കോട്ടെ, ഞാൻ പറയാം. ഞാൻ ഇവിടെ എത്താനേക്കണ്. ആ ആയിക്കോട്ടെ. എന്താണ് എന്നെ വിളിച്ചാ കേട്ടത്? ഫോണ് സ്വിച്ച് ഓഫ് ആയി കുത്തിരിക്ക. എന്താ ഇത്ര അത്യാവശ്യം? ഇത് ഭാഗ്യവാനാണ്. എനിക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്താ, എന്റെ പെണ്ണുങ്ങളെ നിർത്താലോ. പാർട്ടിയുടെ തീരുമാനം ഇപ്പൊ അങ്ങനെയാണ്. ആ പറയാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചിരുന്നേ. ഇപ്പൊക്കും കുട്ടികൾക്കേ ബുദ്ധിമുട്ടുള്ളൂ. ഇനി നാട്ടുകാർക്ക് മൊത്തം ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള പരിപാടി.